യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ലോങ് വീഡിയോസ് വെച്ചും ഷോർട്ട് വീഡിയോ വെച്ചും നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, അങ്ങനെ കുറേയധികം നൂലാമാലകളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് മോണിറ്റൈസേഷനിലൂടെയുള്ള കാശ് എത്തത്തുള്ളൂ. അപ്പൊ ഈ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സിംഗിൽ ചെറിയൊരു മാറ്റം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പാടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് വെരിഫിക്കേഷൻ, അതേപോലെ ID വെരിഫിക്കേഷൻ ആണ്. അതായത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉള്ളതാണ് ഈ ID വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും. ഈ രണ്ട് പ്രോസസ്സിംഗിലും നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. ചിലപ്പോൾ മോണിറ്റൈസേഷൻ നമ്മുടെ നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്തുണ്ട്. അപ്പം യൂട്യൂബ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇവിടെ യൂട്യൂബ് പുതിയ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഈ മാസം 8-ാം തീയതി മുതൽ കുറേയധികം രാജ്യങ്ങളിൽ ഈ പറയുന്ന അപ്ഡേറ്റ് വരാനായിട്ട് പോവുകയാണ്. ഇനി മുതൽ ആഡ്സെൻസിന്റെ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിൻ ഒരു എൻവലപ്പിലാക്കിയിട്ട് യൂട്യൂബ് നമുക്ക് അയച്ചു തരികയാണ്, ഒരു സീക്രട്ട് പിൻ. ആ ഒരു പിന്ന് ഇനി അങ്ങനെ നമുക്ക് അയച്ചു കിട്ടുന്നത് ആഡ്സെൻസിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു ഓപ്ഷൻ ഇപ്പം യൂട്യൂബ് ഇവിടെ തരുന്നുണ്ട്. അതിന്റെ ത്രൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ID വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും ഇനി മോണിറ്റൈസേഷനിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഈ അപ്ഡേറ്റ് എന്നുള്ളത് പറയാം. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ഇന്ത്യയിലെ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമല്ല, കുറേയധികം രാജ്യങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതിലൊരു രാജ്യമാണ് ഇന്ത്യയും. അപ്പൊ ഇനി യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്ത് ആഡ്സെൻസ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്നുണ്ട്. ഈ ID വെരിഫിക്കേഷന്റെ അഡ്രസ് വെരിഫിക്കേഷന്റെയും ആ ഒരു സെക്ഷനിൽ എത്തി കഴിയുമ്പോൾ നേരത്തെ യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ID വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ അഡ്രസ് വെരിഫിക്കേഷനും നമുക്ക് ഡയറക്റ്റ് അയച്ചു തരുന്നു. അതിന്റെ പിന്നെ നമ്മൾ നേരെ ആഡ്സെൻസിൽ എൻ്റർ ചെയ്തുകൊണ്ടായിരുന്നു ഈ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്തിരുന്നത്. എന്നാൽ ഇനി അങ്ങനെയല്ല. പെർസോണ എന്ന് പറയുന്ന ഒരു സെക്യൂർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനി ഉണ്ട്. അപ്പം യൂട്യൂബ് ഈ ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ID വെരിഫിക്കേഷനും അതേപോലെ അഡ്രസ് വെരിഫിക്കേഷനും ഇനി പെർസോണയുടെ ത്രൂ ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം ദിവസങ്ങളോ ആഴ്ചകളോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ആഡ്സെൻസിൽ തന്നെ നമുക്ക് ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിംഗിലൂടെ നമുക്ക് ID വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റീവ് മെത്തേഡ് ആയിട്ടാണ് ഈ പെർസോണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെർസോണ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ആഡ്സെൻസിൽ നിന്ന് തന്നെ പെർസോണയിലേക്ക് സൈൻ അപ്പ് ചെയ്യാനും അതിനുശേഷം ഈ ID വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും വളരെ ഈസി ആയിട്ട് അതിൽ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, പെർസോണ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് നമ്മളുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആയിരിക്കുമോ എന്നുള്ളൊരു ചിന്ത എന്തായാലും മനസ്സിലൂടെ പോയി കാണും. ഇവിടെ ഇതിന്റെ ഒരു എഗ്രിമെന്റ് പറയുന്നത് നമ്മൾ പെർസോണയിൽ കൊടുക്കുന്ന ഡേറ്റ ഗൂഗിൾ വെരിഫൈ ചെയ്തതിന് ശേഷം 7 days പെർസോണ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഡേറ്റാബേസിന് ഉണ്ടായിരിക്കും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഡിലീറ്റ് ആക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 7 days നമ്മളുടെ ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പെർസോണയിലും അതിനുശേഷം അത് ബാക്കി കാര്യങ്ങൾ ഗൂഗിൾ ആയിരിക്കും കൺട്രോൾ ചെയ്യുക. അപ്പൊ എന്തായാലും പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും ഈ ഒരു വാർത്ത വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം അപ്പൊ ഏറ്റവും കൂടുതൽ മോണിറ്റൈസേഷന്റെ ടൈമിൽ ആഡ്സെൻസ് ഉണ്ടാക്കിയതിനു ശേഷം ഈ അഡ്രസ് വെരിഫിക്കേഷനും ID വെരിഫിക്കേഷനിലുമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം ഇവിടെ യൂട്യൂബ് സോൾവ് ചെയ്യുകയാണ്. ഒരു പക്ഷേ യൂട്യൂബിന് വന്നിട്ടുള്ള ഫീഡ്ബാക്കുകളിൽ നിന്നായിരിക്കും യൂട്യൂബ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നതിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.